ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പോണ്ടി ബസാറിലാണ്. ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ്. നാട്ടിൽ നിന്ന് ദീപയും കിച്ചുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്ന് പോണ്ടി ബസാർ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ വന്നതാണ്. 5-6 വർഷം മുമ്പ് വരെ ഈ ഷോപ്സ് ഒന്നും ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഫുട്പാത്തിലെ ഷോപ്സ് ആയിരുന്നു. റോഡിൻ്റെ 2 സൈഡിലും ഫുട്പാത്തിൽ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കടകളായിരുന്നു. അപ്പോൾ ഒക്കെ നമ്മൾ മാസത്തിൽ ഒരു ദിവസം ഇവിടെ വരാറുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇപ്പോൾ കുറേ ആയി, കൊറോണ കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ വരുന്നത് പോണ്ടി ബസാറിൽ. വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ചേഞ്ചസ് ഉണ്ട്. ഈ ഫുട്പാത്തിലെ കടകളെല്ലാം എടുത്തിട്ട് ഗവൺമെൻറ് കോംപ്ലക്സ് പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം കട ഉള്ളിൽ തന്നെ, ബിൽഡിങ്ങിനുള്ളിൽ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ വളകടയൊക്കെ തന്നെ കണ്ടോ, കുറേ കടകളുണ്ട് ഇതുപോലെ. അതുപോലെ കമ്മൽ, മാല, ചെരുപ്പുകൾ എല്ലാം ഇഷ്ടം പോലെ. ഇപ്പോൾ ഈ ഒരു കട ഇഷ്ടമായില്ല, അടുത്തടുത്ത് അതുപോലെ കുറേ കടകളുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഇതിനുള്ളിൽ കിട്ടും. ഇവിടുന്ന് നമ്മൾ മേടിക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ വെളിയിലുള്ള കുറച്ചുകൂടെ വലിയ കടയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേ സെയിം സാധനത്തിന് ഭയങ്കരമായിട്ട് വില വ്യത്യാസം തോന്നാറുണ്ട്. ഇവിടെ നല്ല വില കുറച്ച് കിട്ടാറുണ്ട്. ഇവിടെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. ആദ്യം അവരും നല്ല വിലയൊക്കെയാണ് പറയുന്നത്. ഏത് സാധനം എടുത്താലും ആദ്യം അവർ നല്ല വില പറയാറുണ്ട്. പിന്നെ നമ്മളത് കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്കിവിടെ കിട്ടും. ഡ്രസ്സ് മെറ്റീരിയലൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഡ്രസ്സ് മേടിക്കാറില്ല. ചെരുപ്പും ബാഗും ഒക്കെ ഇവിടെ മേടിച്ചാൽ നമുക്ക് നല്ല വില കുറവിന് കിട്ടാറുണ്ട്. ഫാൻസി ആയിട്ടുള്ള കമ്മലുകൾ, മാല, വള അങ്ങനത്തെയൊക്കെ നിറയെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കുറേ കടയുണ്ട്. ഒരു കടയിൽ ഇഷ്ടമായാലേ നമുക്ക് അടുത്ത കട പോകാം. അതുപോലെ കുറേ കടകളുണ്ട്. ഇത് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതിനി മേളോട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറൊക്കെ ഉണ്ട്. ഇഷ്ടത്തിന് നമുക്ക് തേടിയെടുക്കാൻ പറ്റും. പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന കടയുണ്ട്. ആ ഒരു കടയിൽ കയറിയാൽ മതി, നമുക്ക് പൂജയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഗിഫ്റ്റ് ഷോപ്പൊക്കെ നിറയെ ഉണ്ട്. വാവയ്ക്ക് ഇവിടെ വന്നാൽ വേറൊന്നും വേണ്ട, ടോയ്സ് മതി. അതിന് വേണ്ടിയിട്ട് ഒരു ടോയ് ഷോപ്പിൻ്റെ അടുത്ത് ചുറ്റി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്തൊരു ചെരുപ്പ് കടയിലോട്ടാണ് കയറാൻ പോകുന്നത്. ബാർഗെയിൻ ചെയ്ത് വേണം മേടിക്കാൻ. അങ്ങോട്ട് പോവാണ്. ആ കടയിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് 2 ചെരുപ്പൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് മാലയും കമ്മലും ഒക്കെ വിൽക്കുന്ന ഒരു കടയിൽ കയറി കുറച്ച് അവിടുന്ന് കിച്ചു ഏതാണ്ടൊക്കെ മേടിച്ച്. ഇവിടുന്ന് വളരെ അടുത്ത് ആതിര താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആതിരയും ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്ത് അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്